കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണി ഗ്രൂപ്പ് അവർ യഥാർത്ഥത്തിൽ വീടും LDF വിടും, അവർ UDF പോകുന്നു എന്ന് പറയുന്ന വാർത്തകളെക്കുറിച്ച് നമ്മൾ തന്നെ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വളരെ വിശദമായി ഞാൻ അതുവരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും അത് ഉയർന്നു വന്നേക്കുന്നതിൻ്റെ കാരണം കെ മുരളീധരൻ പറഞ്ഞേക്കുന്നത് 16-ാം തീയതി അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടല്ലോ, തിരക്ക് പിടിക്കേണ്ട വരട്ടെ എന്നുള്ളതാണ്. കൂടാതെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വിസ്മയം വരും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിസ്മയങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അടൂർ പ്രകാശ് പക്ഷേ കുറച്ചുകൂടി സൂക്ഷിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങളായിട്ട് ആരെയും അങ്ങോട്ട് പോയി ക്ഷണിച്ചിട്ടില്ല, പക്ഷേ ആർക്കെങ്കിലും വരാൻ സൗകര്യമുണ്ടെങ്കിൽ സന്തോഷമാണ്, അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് കയറി ക്ഷണിക്കുന്നത് മര്യാദയല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വിശദമായി ചർച്ച ചെയ്യുന്നത് ജോസ് കെ മാണിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ജോസ് കെ മാണി LDF വിട്ട് UDF പോകാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 5 നിലവിലുള്ള MLA-മാർക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ പാലാ സീറ്റ് കൂടി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പാലാ സീറ്റ് നൽകുമ്പോഴുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാണി സി കാപ്പനാണ് ഇപ്പോൾ MLA ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും UDF-ൻ്റെ 3 മണ്ഡലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ വലിയ അനുകൂല തരംഗമുണ്ട് എന്ന് പറയപ്പെട്ടിരുന്ന ഈ സമയത്ത് പോലും നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ് പാലാ എന്ന് പറയുന്നത്. 2000 താഴെ വോട്ടിനാണ്. അതുപോലെ കോവളം നഷ്ടപ്പെട്ടിരുന്നു, പിന്നെ കുണ്ട്രയും നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ പാലായിൽ അത്രത്തോളം സേഫാണോ അല്ലയോ എന്നൊക്കെയുള്ള സംശയം തന്നെ മാണി സി കാപ്പൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഞാൻ വേണമെങ്കിൽ ഒഴിയാം എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഒഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടിരുന്നു, മുസ്ലിം ലീഗിൻ്റെ നേതാവ്. കൂടാതെ അദ്ദേഹം അടുത്ത ഈ പറഞ്ഞ പോലെ ബർത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ അതിലൊരു മന്ത്രിസ്ഥാനം, അത് സ്പോർട്സോ യുവജനക്ഷേമോ എന്തെങ്കിലും ആയാലും മതി, പക്ഷേ അത് കിട്ടുമോ, അല്ലെങ്കിൽ തുറമുഖ വകുപ്പോ, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ തുറമുഖ വകുപ്പൊക്കെ ഭരിക്കുന്ന മന്ത്രി ഇരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ചെറിയ വകുപ്പെങ്കിലും കിട്ടുമോ എന്നുള്ള സാധ്യതകൾ കൂടി അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം കൂടി മാറാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6, 4, 10 സീറ്റുകളാണ് UDF ഓഫർ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഈ 4 സീറ്റുകളുടെ കാര്യത്തിൽ കൂടി തീരുമാനം എടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ പുറകിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട്. കാരണം സഭാ നേതൃത്വങ്ങളുടെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപത അവർ വലിയ സ്റ്റാൻഡ് എടുക്കുകയും കൃത്യമായി ഈ UDF മാറണം എന്നുള്ളൊരു താല്പര്യം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ താല്പര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങാൻ യഥാർത്ഥത്തിൽ പെട്ടെന്ന് ജോസ് കെ മാണിക്ക് പോലും നടക്കുന്ന കാര്യമല്ല. കൂടാതെ അണികളൊക്കെ തന്നെ ഒട്ടുമാറി ചെയ്തു എന്ന് പറയുന്നൊരു തോന്നലുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ മാറാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക്, ഒരു മിന്നലാക്രമണം യഥാർത്ഥത്തിൽ LDF-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിന് അദ്ദേഹം നിരവധി തലങ്ങളിലുള്ള ഒരു അറ്റാക്കാണ് നടത്തിയത്. ഒന്ന്, അദ്ദേഹം റോഷി അഗസ്റ്റിനുമായി വലിയ മാനസികമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ റോഷി അഗസ്റ്റിന് അറിയാം ഇനി UDF പോയിട്ടുണ്ടെങ്കിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയില്ല. എന്താണെങ്കിലും 1ാമത്തെ സ്ഥാനം മന്ത്രിയായിട്ട് കിട്ടുക ജോസ് കെ മാണിക്കായിരിക്കും. തനിക്ക് മിക്കവാറും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ അദ്ദേഹത്തിന് കൂടി മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് അറിയാവുന്ന റോഷി അഗസ്റ്റിൻ ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അതുപോലെ പ്രമോദ് നാരായണൻ, അദ്ദേഹം പണ്ട് SFI-ലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്, CPM-നോട് അനുകൂലമായ നിലപാടുകളുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹവും ഈ റോഷി അഗസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇടതുമുന്നണിയിൽ നിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ ജയരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആകെ ഉള്ളത് പൂഞ്ഞാറിലെ MLA-യും ഈ പറയുന്ന പോലെ ചങ്ങനാശ്ശേരിയിലെ MLA-യും അവർ 2 പേരും മാത്രമാണ് ഇദ്ദേഹത്തിനൊപ്പം പോകുമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. കാരണം വളരെ ക്ഷയിച്ച ദുർബലമായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആയിരിക്കും യഥാർത്ഥത്തിൽ UDF പോവുക. പാർട്ടിയുടെ മിക്ക റാങ്ക് ആൻഡ് ഫയലും ഒക്കെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസ് ഒക്കെ ഒരു പ്രത്യേകതരം പാർട്ടിയാണ്. കാരണം അധികാരമുള്ളിടത്ത് നിന്നാണ് അവർക്ക് ശീലം. അപ്പോൾ റോഷി അഗസ്റ്റിൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയും. അതിനുള്ള വർക്കുകൾ കൂടി നടത്തിക്കോറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ പിളർന്നുകൊണ്ടായിരിക്കും, അതായത് വെറും 2 MLA-മാരെ 2 സൈഡിൽ വെച്ചുകൊണ്ടായിരിക്കും UDF പോവുക. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നേരത്തെ UDF തന്നെ വാഗ്ദാനം ചെയ്ത 5 സീറ്റ് MLA-മാരുടെ നിലവിലുള്ള സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല. കൂടാതെ മറ്റ് സീറ്റുകളിലൊക്കെ തന്നെ വലിയ പ്രശ്നമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ 4 സീറ്റുകളിൽ ജോസഫ് ഗ്രൂപ്പ് ഇവരും തമ്മിലാണ് മത്സരിച്ചത്, അത് ആർക്ക് കിട്ടും എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. കൂടാതെ മറ്റ് നിരവധി പ്രശ്നങ്ങൾ, ഇപ്പോൾ പാലായിൽ അല്ലെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ മാണി സി കാപ്പന് ഏത് തരത്തിലുള്ള നിലപാടുകളായിരിക്കും കൊടുക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ പിളർന്നുകൊണ്ടാണ് നിങ്ങൾ UDF പോകുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുവിൽ സഭ കൂടി എത്തിച്ചേർന്നു. കൂടാതെ പിണറായി വിജയൻ ദൂതന്മാരെ അയക്കുകയും സഭാ നേതൃത്വവുമായിട്ട് സംസാരിക്കുകയും ഇവരുമായിട്ടൊക്കെ സംസാരിക്കുകയും അടുത്ത തവണയും ഞങ്ങൾക്ക് തന്നെ ഭരണം കിട്ടും അല്ലെങ്കിൽ ഭരണം നേടാൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീതിയും ചില കണക്കുകളുമൊക്കെ അവതരിപ്പിക്കുകയും സഭാ നേതൃത്വത്തെ തന്നെ വലിയ വിശദമായി സംസാരിക്കുകയും
അവരുടെ ഈ പറഞ്ഞ പോലെ അനിഷ്ടങ്ങളൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പറയുമ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപികയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനങ്ങൾ വന്നിരുന്നു. കാരണം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ നടപ്പാക്കാൻ എന്താണ് ഈ പറഞ്ഞ പോലെ 4.25 കൊല്ലം വരെ വെയിറ്റ് ചെയ്തിരുന്നത് എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ താൽക്കാലികമായിട്ടുള്ള ചില ഒത്തുതീർപ്പുകളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോവുകയാണെങ്കിൽ തന്നെ പിളർന്നുകൊണ്ടായിരിക്കും പോവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഒരു സൂചന എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ജോസ് കെ മാണി നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ കവടിയാറിൽ കണ്ണായ സ്ഥലം KM മാണിയുടെ ഈ പറഞ്ഞ പോലെ പ്രതിമകൾ, അതായത് KM മാണിയുടെ സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ. അപ്പോൾ അത്തരത്തിൽ KM മാണിയുടെ ഒരു പൈതൃകം പോലും അവകാശപ്പെടാൻ കഴിയുന്നത് റോഷി അഗസ്റ്റിനെ പോലെയുള്ള ആളുകൾക്കാണ്. അതുപോലും ഈ പറഞ്ഞ പോലെ ജോസ് കെ മാണിക്ക് അവകാശപ്പെടാൻ കഴിയില്ല രാഷ്ട്രീയ പൈതൃകം പോലും എന്നുള്ള തിലക്കുള്ള വർത്തമാനങ്ങളും വലിയ പ്രചരണങ്ങളും ഒക്കെ കൊടുമ്പിരിക്കൊള്ളുകയും ചെയ്യും. കൂടാതെ അദ്ദേഹം അങ്ങോട്ട് പോയാൽ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതിന് പോലും ഉറപ്പില്ല. അപ്പോൾ ഇത്തരത്തിൽ വിഷമവൃത്തത്തിലായി പോയി ജോസ് കെ മാണി തൽക്കാലത്തേക്ക് അടവൊന്ന് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം LDFിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് കൂടിയുണ്ട്. ജോസ് കെ മാണി അങ്ങോട്ട് പോവുകയാണെങ്കിൽ LDFിന് അത് വലിയ നഷ്ടമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറയുന്ന തിരിച്ചറിവും LDFിനുണ്ടായിരുന്നു. കാരണം അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ വലിയ അസ്വാരസ്യങ്ങളുണ്ടാകുമെന്നും ആ അസ്വാരസ്യങ്ങളിൽ നിന്ന് PJ ജോസഫ് ഗ്രൂപ്പിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നും അങ്ങനെ PJ ജോസഫ് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം തൊടുപുഴയും അതുപോലെ കടത്തുരുത്തിയും ഒക്കെ ജയിക്കാൻ കഴിയുമെന്നും മോൻസ് ജോസഫും P ജോസഫും ഒക്കെ ജയിക്കാൻ കഴിയുമെന്നും കൂടാതെ റോഷി അഗസ്റ്റിനെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 3 MLA-മാരെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നും അപ്പോൾ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിക്കുള്ള 5 MLA-മാരുടെ എണ്ണത്തിൽ തന്നെ വലിയ കുറവൊന്നും വരില്ല എന്ന് പറയുന്ന കാര്യത്തിലേക്കുമൊക്കെ LDF എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്നലെ ഒരു സ്റ്റെപ്പ് ബാക്ക് വെക്കാൻ ജോസ് കെ മാണി തീരുമാനിച്ചത്. ഇന്ന് ഇത് മോൻസ് ജോസഫ് കടത്തുരുത്തി MLA-യും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഈ പറഞ്ഞ പോലെ അധികാര നേതാവുമായിട്ടുള്ള മോൻസ് ജോസഫ് തന്നെ ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം സഭാ നേതൃത്വത്തിന് UDFിനൊപ്പം നിൽക്കുക എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ പിണറായിയുടെ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനിൽ ഒരു വിസ്മയം ചീറ്റിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇത് വീണ്ടും ഉണ്ടാവില്ലെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചോളം ഇനി ഇത് LDF പ്രതിപക്ഷത്തായിപ്പോയാൽ 5 കൊല്ലം മന്ത്രിയാകാതിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായ കാര്യമായിരിക്കില്ല. UDFിലേക്കാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം എന്തായാലും കിട്ടിയേ തീരൂ. കഴിഞ്ഞ 5 കൊല്ലം തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ തന്നെ അദ്ദേഹത്തെ വലിയ തോതിൽ മതിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയാകാനുള്ള ആഗ്രഹമുള്ളിടത്തോളം കാലം, ആശയ അഭിലാഷങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം ഇത് വീണ്ടും പൊടിതട്ടി ഉണർന്നെണീക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ രാഷ്ട്രീയം എങ്ങനെ മാറും എന്നുള്ളത് നോക്കിയിട്ടാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, UDFിന് ഉറപ്പായും അധികാരം കിട്ടുമെന്ന് പോലും ജോസ് കെ മാണിക്ക് ഉറപ്പില്ല. കാരണം നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും. ഇപ്പം തന്നെ 62 സീറ്റുകളില്ല, 58 സീറ്റുകളാണ് എൻ്റെ കണക്കിൽ. പക്ഷേ CPMൻ്റെ കണക്കിൽ 62 സീറ്റുകൾ അവർ മുമ്പിലാണ്. കൂടാതെ നിരവധി മണ്ഡലങ്ങളിൽ ഒരു MLA-മാരുടെ ഗുണം കൊണ്ട് തന്നെ ജയിച്ച് കയറാൻ കഴിയുമെന്ന് പറയുന്ന തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കോൺഗ്രസിനാണെങ്കിൽ ഈ ജോസ് കെ മാണിക്ക് 10 സീറ്റും P ജോസഫിന് 10 സീറ്റും ഒന്നും കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സീറ്റുകൾ വിഭജനത്തിൽ 5 സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ 4-5 സീറ്റുകൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുമ്പോൾ തന്നെ വലിയ തോതിലുള്ള മറുകണ്ഠം ചാടൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഇത്തരം കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തൽക്കാലം ഈ റിസ്ക് എടുത്ത് തലയിൽ വെക്കേണ്ട, ദുർബലായി ഞാൻ UDFിലേക്ക് പോകണ്ട എന്നുള്ളത് സഭയും ജോസ് കെ മാണിയും ഒരുമിച്ച് തീരുമാനിച്ചു. അതിൻ്റെ നെറ്റ് എഫക്റ്റാണ് തൽക്കാലം ഈ ശ്രമം പാളിപ്പോയത്.